അല്ല ഞാൻ പറയും എന്താ പോയോ അങ്ങനെ അറിയില്ല. വെള്ളത്തിൽ പോയിട്ടുണ്ട് ഒരാൾ. ആളെ പിടിക്കാനുള്ള ഫയർഫോഴ്സ് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇലവരഞ്ഞിപ്പുഴ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അന്നേരമാണ് ഒരാൾ വെള്ളത്തിൽ പോയി ഇവിടുന്ന് ഒഴുകുന്ന കണ്ടത്. ഫയർഫോഴ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും കയറി പോയി. ഫയർഫോഴ്സിൻ്റെ ഇതിൽ നിന്ന് ഇറക്കിയ ടീമിൻ്റെ ഇറങ്ങിപ്പോയ ടീമുകളൊക്കെ ഇനിയിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാണ്ട്. അതിലെ ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് കൂടെയാണ് ഇതുള്ള തിയേറ്ററാണ്. തിയേറ്ററിൻ്റെ അപ്പുറത്ത് കൂടെ മുക്കത്താണുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അപ്പോൾ ഈ പുഴ ഇപ്പോൾ വീണ്ടും ഇരവരഞ്ഞിപ്പുഴ നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം ഏകാണ്. എന്നാൽ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്. അത്ര വലിയ നിറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ റെസ്ക്യൂ ടീമിൻ്റെ ആളുകളൊക്കെ പോവുകയാണ്. ഇപ്പോൾ ആളെ കിട്ടിയിട്ടുണ്ട്. ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പുഴ വീണ്ടും ഒന്ന് കാണാൻ വിചാരിച്ച്. ആൾ വെള്ളത്തിൽ ചാടിയതാണോ എന്താണോ ഇനി ഒഴുകിപ്പോയതാണോ ഒന്നും അറിയില്ല. എന്തായാലും ഈ പുഴ ഈ മഴക്കാലത്തൊന്ന് കാണണമെന്നൊന്നും ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അതിൻ്റെ ഇരവരഞ്ഞിപ്പുഴേൻ്റെ വരവാണ് അത് ഈ കാണുന്നത്. അത് അവിടെ നിന്നൊക്കെയാണ് വരുന്നത്. നല്ല ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാണാൻ. അപ്പോൾ ഇവിടത്തേക്ക് പുഴയിലേക്ക് ഇറങ്ങുന്ന വഴിയൊക്കെയാണ് ഇതായി ഇങ്ങനെ കാണുന്ന സ്ഥലമൊക്കെ. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് ചാടിയതാണോ ഇവിടുന്ന് ഒഴുകിപ്പോയതാണോ എന്നൊന്നും അറിയില്ല. എല്ലാം ഇനി നാളെ പത്രത്തിലെ മറ്റോ കാണാമായിരിക്കും. അപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബായ്. വെള്ളത്തിൽ പോയ ആൾ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ് രക്ഷിച്ച ആൾക്കാരൊക്കെയാണ് ഇവർ. ഫയർഫോഴ്സിൻ്റെ ആൾക്കാരാണ്. എല്ലാം അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവരെ രക്ഷിക്കാനായിട്ടുണ്ട്. വെള്ളത്തിൽ ഒഴുകി വരുന്ന നിഷ്പ്രയാസം എത്രയും പെട്ടെന്ന് എത്തുകയും അത് നീന്തി പിടിക്കുകയും അവരെ ജീവനുണ്ടെന്നാണ് പറയുന്നത്. രക്ഷിച്ചെടുത്തിട്ടുണ്ട്. അതിലെ ഫയർഫോഴ്സും ആൾക്കാരൊക്കെയാണിത്. ഇവരൊക്കെയാണ് അതിൻ്റെ ആളുകൾ. അപ്പോൾ ഇന്നത്തെ ഈ ഗുഡ് ലൈക്കും ഷെയറൊക്കെ ഇവർക്കായിരിക്കട്ടെ. മുക്കം ഇലവരഞ്ഞിപ്പുഴ ഇതിലാണ് വീണിരിക്കുന്നത്. ഈ രക്ഷിച്ച് ഇവർ വെള്ളത്തിൽ നിന്നൊക്കെ ചാടി വന്ന ആളുകളാണ് ഇവരൊക്കെ. ഇവിടുന്ന് ഈ പുഴയിൽ നിന്നാണ് അത് രക്ഷിച്ചത്. ഇവിടുള്ള ആളുകളാണ്. അതിൻ്റെ എക്സ്ട്രാ ആംബുലൻസൊക്കെയാണ്. വേറെ ആംബുലൻസിൽ ആളെ കൊണ്ടുപോയി. സ്ത്രീയാണ്, ജീവനുണ്ടെന്ന് പറയുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് പത്രങ്ങളിൽ അറിയാൻ പറ്റും. ഓക്കെ, ബൈ.